my dear friends. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 7-ലെ ഗതിക സിദ്ധാന്തത്തിൽ വരുന്ന കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്നുള്ള ഏരിയ ആണ് പഠിക്കുന്നത്. ഗതിക സിദ്ധാന്തം. ഓക്കെ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഫൗണ്ടേഴ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ ഫൗണ്ടേഴ്സ് ആയിട്ട് കണക്കാക്കുന്നത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലും ലുഡ്വിഗ് ബോൾട്സ്മാനുമാണ്. നമുക്കറിയാം ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ഒക്കെ നമുക്കറിയാം ഇവിടെ. അപ്പോൾ ഇതിന്റെ മാക്സ്വെല്ലിന്റെ ഡിസ്ട്രിബ്യൂഷൻ കർവ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ഗതിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് നമുക്ക് ഒത്തിരി സപ്പോർട്ട് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് പോവാം. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡിൽ എഡിൻബറോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. തന്മാത്രകളുടെ താപീയ പ്രവേഗ വിന്യാസം രൂപീകരിച്ച് ഇദ്ദേഹത്തിന്റെ മഹത്തായ സംഭാവനയാണ്. തന്മാത്രകളുടെ മോളിക്യൂൾസിന്റെ താപീയ പ്രവേഗ വിന്യാസം രൂപീകരിച്ചത് ഇദ്ദേഹമാണ്. മോളിക്യൂൾസിന്റെ തെർമൽ വെലോസിറ്റി അതിന്റെ വിന്യാസം രൂപീകരിച്ചത് ഇദ്ദേഹമാണ്. ഓക്കെ, ഇലക്ട്രിസിറ്റിയിലെയും മാഗ്നറ്റിസത്തിലെയും നിയമങ്ങൾ ഏകോപിപ്പിച്ച് മാക്സ്വെൽ സമവാക്യങ്ങൾ എന്ന ഒരു സെറ്റ് സ്ഥിര സമവാക്യങ്ങൾക്ക് രൂപം നൽകിയതാണ് ഇദ്ദേഹത്തിന്റെ മഹത്തായ മറ്റൊരു സംഭാവന. നോക്കി, ഇലക്ട്രിസിറ്റിയിലെയും മാഗ്നറ്റിസത്തിലെയും ലോസ് ഏകോപിപ്പിച്ച് മാക്സ്വെൽ സമവാക്യങ്ങൾ എന്ന ഒരു സെറ്റ് സ്ഥിര സമവാക്യങ്ങൾക്ക് രൂപം നൽകി ഇദ്ദേഹം. ഓക്കെ, ഈ സമവാക്യങ്ങളിൽ നിന്നും പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അപ്പൊ പ്രകാശം ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്, ഒരു വൈദ്യുത കാന്തിക തരംഗമാണ് ലൈറ്റ് എന്ന് പറഞ്ഞത് ആരാണ്? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. അടുത്തത് നമ്മുടെ ലുഡ്വിഗ് ബോൾട്സ്മാൻ. അദ്ദേഹം ഓസ്ട്രിയയിലെ വിയന്നയിലാണ് ജനിച്ചത്. ഗതിക സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനമായ ആറ്റമിസത്തിന്റെ ശക്തമായ വക്താവായിരുന്നു അദ്ദേഹം. ആരാണ്? ലുഡ്വിഗ് ബോൾട്സ്മാൻ. താപഗതികത്തിലെ രണ്ടാം ചലന നിയമത്തിന് ഇതുപയോഗിച്ച് സ്റ്റാറ്റിസ്റ്റിക്കലായി വ്യാഖ്യാനം നൽകിയതും എൻട്രോപ്പി എന്ന ആശയത്തിന് രൂപം നൽകിയതും ഇദ്ദേഹമാണ്. ആരാണ്? ബോൾട്സ്മാൻ. എൻട്രോപ്പി, നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുന്ന എൻട്രോപ്പി എന്ന് പറയുന്ന ഒരു ആശയത്തിന് രൂപം നൽകിയതും ഇദ്ദേഹമാണ്. കൈനറ്റിക് തിയറിയിലെ സെക്കൻഡ് ലോ ഓഫ് രണ്ടാം ചലന നിയമം, ഓക്കെ, ഇതുപയോഗിച്ച് സ്റ്റാറ്റിസ്റ്റിക്കലായി വ്യാഖ്യാനം നൽകി. ഗതിക സിദ്ധാന്തത്തിലെ ഊർജവും താപനിലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആനുപാതിക സ്ഥിരാങ്കത്തെ, വിച്ച് മീൻസ് നമ്മുടെ KB ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം ബോൾട്സ്മാൻ സ്ഥിരാങ്കം എന്ന് വിളിക്കുന്നു. ഗതിക സിദ്ധാന്തത്തിലെ, അതായത് കൈനറ്റിക് തിയറിയിലെ ഊർജവും താപനിലയും, അതായത് എനർജിയും നമ്മുടെ ടെമ്പറേച്ചറും വെച്ചിട്ട് ബന്ധിപ്പിക്കുന്ന ആനുപാതിക സ്ഥിരാങ്കം മീൻസ് കോൺസ്റ്റന്റ്, അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം ബോൾട്സ്മാൻ സ്ഥിരാങ്കം എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഗതിക സിദ്ധാന്തത്തിൽ. അതിനുശേഷം നമ്മൾ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറിയിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസ്, അതായത് ഗ്യാസസിന്റെ ഗതിക സിദ്ധാന്തത്തെ പോസ്റ്റ്ലേറ്റ്സ് മെയിൻ ആയിട്ടും നമ്മൾ പഠിക്കുന്നത് കെമിസ്ട്രി ചാപ്റ്ററിൽ, കെമിസ്ട്രി ക്ലാസ് 11 കെമിസ്ട്രിയിലെ 5th ചാപ്റ്റർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് കൈനറ്റിക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസ്. ഓക്കെ, എല്ലാ വാതകങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ചെറിയ കണികകളെ കൊണ്ടാണ്. ഇവയെ മോളിക്യൂളുകൾ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്. എല്ലാ വാതകങ്ങളും, ഈച്ച് ആൻഡ് എവറി ഗ്യാസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് വളരെ ചെറിയ കണികകൾ, ആറ്റംസ് കൊണ്ടാണ്, വെരി സ്മോൾ പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഇവയെ മോളിക്യൂളുകൾ എന്ന് വിളിക്കുന്നു. ഗ്യാസ് മോളിക്യൂളുകൾ വളരെ അകലത്തിലായതിനാൽ ഗ്യാസ് മോളിക്യൂളുകൾക്കിടയിൽ ആകർഷണ ബലം ഇല്ല. അതായത് നമ്മൾ സോളിഡ്സും ലിക്വിഡ്സും ഗ്യാസസും 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എടുക്കുമ്പോൾ അവിടെ സോളിഡ്സിനാണെങ്കിൽ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും നമ്മുടെ അതിനകത്തുള്ള ആറ്റംസ് അല്ലെങ്കിൽ കണികകൾ എന്ന് പറയുന്നത്. ഇനി ലിക്വിഡ്സ് ആകുമ്പോൾ അതിനെക്കാട്ടിലും കുറച്ചും കൂടി ഫ്രീ ആയിട്ടായിരിക്കും അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ വളരെ അധികം അകലത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മോളിക്യൂളുകൾക്കിടയിൽ ആകർഷണ ബലം ഇല്ല. അതാണ് രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ്. ഗ്യാസ് മോളിക്യൂളുകൾ വളരെ അകലത്തിലായതിനാൽ ഗ്യാസ് മോളിക്യൂളുകൾക്കിടയിൽ ആകർഷണ ബലമില്ല. മൂന്നാമത്തേത്, വാതകത്തിന്റെ മൊത്തം വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ വാതക മോളിക്യൂളുകളുടെ വ്യാപ്തം വളരെ ചെറുതായതിനാൽ തള്ളിക്കളയാവുന്നതാണ്. അതായത് നമ്മൾ ടോട്ടൽ വോളിയം കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ആ ഒരു വാതകത്തിന്റെ മൊത്തം വോളിയം എടുക്കുകയാണെങ്കിൽ അതിനകത്തെ വാതക മോളിക്യൂളുകളുടെ വ്യാപ്തം വളരെ ചെറുതായതിനാൽ അതിനെ തള്ളിക്കളയാവുന്നതാണ്, അത് നെഗ്ലിജിബിൾ ആണ്.
ഇനി ഗ്യാസ് മോളിക്യൂളുകൾ തോന്നിയ പോലെ പെട്ടെന്ന് ചലിക്കുന്നു. ഓക്കെ, അവർക്ക് തോന്നിയ രീതിയിൽ അതങ്ങ് ചലിക്കും. അതിനാൽ അവ പരസ്പരം കൂട്ടിമുട്ടുകയും വാതകങ്ങളുള്ള പാത്രത്തിന്റെ ഭിത്തിയിലിരിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ദേ വിൽ കൊളൈഡ് ഈച്ച് അതർ ആൻഡ് ഓൾസോ വിത്ത് ദി വോൾസ് ഓഫ് ദി കണ്ടെയ്നർ. അതാണ് ഇവിടെ പറയുന്നത് ഫോർത്ത് പോസ്റ്റ്ലേറ്റ്. ഇനി ഗ്യാസ് മോളിക്യൂളുകൾ പാത്രത്തിന്റെ ഭിത്തിയിൽ ഇരിക്കുന്നതിന്റെ ഫലമായാണ് പ്രഷർ ഉണ്ടാകുന്നത്. ഓക്കെ, വെൻ ദേ വിൽ കൊളൈഡ് വിത്ത് ദി എവിടെ നമ്മുടെ പാത്രത്തിന്റെ ഭിത്തിയിൽ വോൾസ് ഓഫ് ദി കണ്ടെയ്നർ, ഗ്യാസ് മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് വോൾസ് ഓഫ് ദി കണ്ടെയ്നർ, എന്തുണ്ടാവും? പ്രഷർ ഉണ്ടാവും. അതാണ് ഫിഫ്ത്ത് സ്റ്റേറ്റ്മെന്റ്. വാതക മോളിക്യൂളുകളുടെ കൂട്ടിയിടി പൂർണ്ണമായും ഇലാസ്റ്റിക് ആണ്. ഓക്കെ, ഈ മോളിക്യൂൾസിന്റെ കൊളിഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണ്. അതായത് കൂട്ടിയിരിക്കുമ്പോൾ ആകെ ഊർജം വ്യത്യാസപ്പെടുന്നില്ല, പക്ഷെ മോളിക്യൂളുകൾ തമ്മിലുള്ള ഊർജം കൈമാറ്റം ചെയ്യുന്നു. അപ്പോൾ ഊർജം കൈമാറ്റം ചെയ്യുന്നുണ്ട്, പക്ഷെ ഊർജം വ്യത്യാസപ്പെടുന്നില്ല. അതേപോലെ തന്നെ മൊമെന്റവും വ്യത്യാസപ്പെടുന്നില്ല. കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ, ഇത് നമുക്ക് തിരിച്ച് നമ്മുടെ ഗൈഡിലേക്ക് വരാം. അപ്പൊ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, ഗതിക സിദ്ധാന്തം വാതകങ്ങളുടെ സ്വഭാവത്തെ വിശദീകരിക്കുന്നു. മാക്സ്വെൽ, ബോൾട്സ്മാൻ തുടങ്ങിയവരാണ് ഗതിക സിദ്ധാന്തം 19ാം നൂറ്റാണ്ടിൽ വികസിപ്പിച്ചത്. വാതകത്തിന്റെ മർദ്ദം, താപനില തുടങ്ങിയവയ്ക്ക് തന്മാത്രാ വ്യാഖ്യാനം നൽകിയത് ഗതിക സിദ്ധാന്തമാണ്. ഈ സിദ്ധാന്തം വാതക നിയമങ്ങളോടും അവഗേഡ്രോയുടെ നിയമത്തോടും പൊരുത്തപ്പെടുന്നു. വാതകങ്ങളുടെ വിശിഷ്ട താപധാരിതയെ ശരിയായ രീതിയിൽ വിശദീകരിക്കുകയും വാതകത്തിന്റെ വിസ്കോസിറ്റി, അതായത് ശ്യാനത, താപചാലനം, അന്തർവ്യാപനം തുടങ്ങിയ സ്വഭാവങ്ങളെ വിശദീകരിക്കുകയും ചെയ്യുന്നു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. ഓക്കെ, വാതകങ്ങളുടെ ചലനാത്മക സിദ്ധാന്തത്തിന്റെ അനുമാനങ്ങൾ. ഓക്കെ, ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ അനുമാനങ്ങളാണ്. വാതകങ്ങളുടെ ചലനാത്മക സിദ്ധാന്തം നിരവധി അനുമാനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഒന്നാമത്തത്, സ്ഥിരവും ക്രമരഹിതവുമായ ചലനത്തിലുള്ള തന്മാത്രകൾ ചേർന്നതാണ് വാതകങ്ങൾ. സ്ഥിരവും ക്രമരഹിതവുമായ ചലനത്തിലുള്ള തന്മാത്രകൾ. തന്മാത്രകൾ തമ്മിലുള്ള ദൂരം തന്മാത്രകളുടെ വലുപ്പത്തേക്കാൾ വളരെ വലുതാണ്. ഓക്കെ, കമ്പയറിംഗ് ടു ദി സൈസ് ഓഫ് ദി മോളിക്യൂൾസ്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ഒരു വാതകം ഒരു പാത്രത്തിൽ സൂക്ഷിക്കുമ്പോൾ കൂട്ടിയിടിക്കുന്ന സമയത്ത് അതിന്റെ തന്മാത്രകൾ കണ്ടെയ്നറിന്റെ ഭിത്തികളിൽ ഒരു ശക്തിയും ചെലുത്തുന്നില്ല. വെൻ വി ആർ കീപ്പിംഗ് എ ഗ്യാസ് ഇൻ ഇറ്റ്സ് കണ്ടെയ്നറിൽ നമ്മൾ സൂക്ഷിക്കുമ്പോൾ കൂട്ടിയിടിക്കുന്ന സമയത്ത് വെന്റെ കൊലയിടിച്ചത് അതിന്റെ തന്മാത്രകൾ കണ്ടെയ്നറിന്റെ ഭിത്തികളിൽ ഒരു ശക്തിയും ചെലുത്തുന്നില്ല. വിച്ച് മീൻസ് പ്രഷറിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. ഓക്കെ, കൂട്ടിയിടിക്കുന്ന സമയത്ത് അതിന്റെ തന്മാത്രകൾ കണ്ടെയ്നറിന്റെ ഭിത്തികളിൽ ശക്തി ചെലുത്തുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവല്ലേ. അടുത്തത്, രണ്ട് തന്മാത്രകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഒരു തന്മാത്രയും മതിലും തമ്മിലുള്ള, മതിൽ മീൻസ് ഭിത്തി തമ്മിലുള്ള കൂട്ടിയിടിയുടെ ദൈർഘ്യം വളരെ ചെറുതാണ്. എല്ലാ കൂട്ടിയിടികളും തന്മാത്രകൾക്കിടയിലായാലും തന്മാത്രകൾക്കും മതിലുകൾക്കിടയിലുമായാലും ഇലാസ്റ്റിക് ആണ്. ഓൾ ദി കൊളിഷൻസ് ആർ ഇലാസ്റ്റിക്. നൽകിയിരിക്കുന്ന വാതക സാമ്പിളിലെ എല്ലാ തന്മാത്രകളും ചലന നിയമങ്ങൾ പാലിക്കുന്നു. ഒരു വാതക സാമ്പിൾ മതിയായ സമയത്തേക്ക് ശല്യപ്പെടുത്താതെ വെച്ചാൽ അതൊടുവിൽ സ്ഥിരത കൈവരിക്കും. റീച്ചസ് ഇക്വിലിബ്രിയം. തന്മാത്രകളുടെ വിതരണവും സാന്ദ്രതയും സ്ഥാനം, ദൂരം, സമയം എന്നിവയിൽ നിന്ന് സ്വതന്ത്രമായി നിലകൊള്ളുന്നു. ഇതൊക്കെയാണ് അനുമാനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നിന്ന് നമ്മൾക്ക് ഇപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക, വിച്ച് മീൻസ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണെങ്കിൽ ഓക്കെ. ഇനി വാതകങ്ങളുടെ ചലനാത്മക സിദ്ധാന്തത്തിന്റെ പ്രധാന പോസ്റ്റുലേറ്റുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് +1 കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിൽ. ഇനി അതിന് നമ്മൾ ഇതിനകത്ത് പറയുന്നത് സ്പേസ് വോളിയത്തിന്റെയും തന്മാത്രകളുടെയും അനുപാതം വളരെ ചെറുതാണ്. ദ റേഷ്യോ ബിറ്റ്വീൻ ദി സ്പേസ് വോളിയം ആൻഡ് ഓൾസോ ദി മോളിക്യൂൾസ് വളരെ ചെറുതാണ്. സാധാരണ താപനിലയിലും മർദ്ദത്തിലും തന്മാത്രകൾക്കിടയിൽ ആകർഷണ ശക്തിയില്ല. എന്നിരുന്നാലും താപനില കുറയുകയും മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വർദ്ധിക്കും. അതായത് വെൻ വി ആർ ഡിക്രീസിങ് ദ ടെമ്പറേച്ചർ കുറയ്ക്കുവാണ്. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? വോളിയം അത് തന്നെ മോളിക്യൂൾസ് അടുത്ത് വരും. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ അതുപോലെ തന്നെ പ്രഷർ കൂട്ടുമ്പോഴും മോളിക്യൂൾസ് അടുത്ത് വരും. നമുക്ക് അതിനെ പറ്റി പഠിക്കാനുള്ളത് ബോയിൽസ് ലോ, ചാൾസ് ലോ പഠിക്കുന്നുണ്ട്. തന്മാത്രകൾ തമ്മിലുള്ള അകലം വലുതായതിനാൽ അവയ്ക്ക് തുടർച്ചയായ ചലനം സംഭവിക്കുന്നു. ഓക്കെ, തന്മാത്രകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. മോളിക്യൂൾസ് വിൽ ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ തന്നെയായിരിക്കും. രേഖീയ ചലനമായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അവർക്ക് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് അവിടെ ചലനം സംഭവിക്കുന്നു. തന്മാത്രകളുടെ സ്വതന്ത്ര ചലനം തികച്ചും ഇലാസ്റ്റിക് കൂട്ടിയിടികളിലേക്ക് നയിക്കുന്നു. ഓക്കെ, ക്രമരഹിതമായ ചലനം കാരണം തന്മാത്രകൾക്ക് ഗതികോർജമുണ്ട്. ക്രമരഹിതമായ ചലനമായിരിക്കും, അതുകൊണ്ട് ഇതൊക്കെ ഗതികോർജമുണ്ട്, വിച്ച് മീൻസ് കൈനറ്റിക് എനർജി ഉണ്ട്. എന്നിരുന്നാലും ഈ തന്മാത്രകളുടെ ശരാശരി ഗതികോർജം താപനിലയിൽ വ്യത്യാസപ്പെടുന്നു. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ആവറേജ് കൈനറ്റിക് എനർജി വ്യത്യാസപ്പെടുന്നു. തന്മാത്രകൾ കണ്ടെയ്നറിന്റെ ചുമരുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നു. ഓക്കെ, തന്മാത്രകൾ കണ്ടെയ്നറിന്റെ ചുമരുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഓക്കെ, നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എനിക്ക് മനസ്സിലായില്ല.
വാതകത്തിന്റെ ചലനാത്മക സിദ്ധാന്തത്തിന്റെ 3 അടിസ്ഥാന ഘടകങ്ങൾ. വാതകത്തിന്റെ ചലനാത്മക സിദ്ധാന്തം 3 പ്രധാന തത്വങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. ഒന്നാമത്തെ, തന്മാത്ര പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ ഊർജ്ജം ലഭിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ല, ഊർജ്ജം കൈമാറ്റം ചെയ്യുന്നുണ്ട്. ഒരു കണ്ടെയ്നറിൽ വാതക തന്മാത്രകൾ ഉൾക്കൊള്ളുന്ന ഇടം വളരെ ചെറുതാണ്. ഈ തന്മാത്രകൾ എപ്പോഴും രേഖീയ ചലനത്തിലാണ്. 3 അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്മാത്രകൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ ഊർജ്ജം ലഭിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ല. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറഞ്ഞില്ലേ, മാസ് ക്യാൻ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ഫ്രം വൺ ഫോം ടു അനദർ. അത് തന്നെ സംഗതി. തന്മാത്രകൾ പരസ്പരം കൂട്ടിമുട്ടുമ്പോൾ ഊർജ്ജം ലഭിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ല, പക്ഷെ അവിടെ ഊർജ്ജം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കണ്ടെയ്നറിൽ വാതക തന്മാത്രകൾ ഉൾക്കൊള്ളുന്ന ഇടം വളരെ ചെറുതാണ്. വാതക തന്മാത്രകൾ നമുക്ക് അങ്ങനെ കൂട്ടിപ്പിടിച്ച് വെക്കുവാണെങ്കിൽ വളരെ കുറവായിരിക്കും, പക്ഷെ അത് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു എൻറ്റയർ ആ കണ്ടെയ്നറിലേക്ക് തന്നെയായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ തന്മാത്രകൾ എപ്പോഴും രേഖീയ ചലനത്തിലാണ് എന്നുള്ളതാണ് 3 അടിസ്ഥാന ഘടകങ്ങൾ. ക്ലിയർ ആണോ? ഇനി നമുക്ക് വാതകങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ ബിഹേവിയർ ഓഫ് ഗ്യാസസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. വാതകങ്ങൾ ദ്രാവകമായി മാറുന്ന അല്ലെങ്കിൽ ഖരമായി മാറുന്ന താപനിലയേക്കാൾ ഉയർന്ന താപനിലയിലും താഴ്ന്ന മർദ്ദത്തിലും അവ മർദ്ദം, താപനില, ഉള്ളളവ് എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ലഘുവായ സമവാക്യത്തെ ഏകദേശം പാലിക്കുന്നു. ദാറ്റ് ഈസ് പി വി ഈസ് ഈക്വൽ ടു KT. ഇനി നമ്മൾ കെമിസ്ട്രി പഠിച്ചവരാണെങ്കിൽ പി വി ഈസ് ഈക്വൽ ടു NRT എന്നാണ് നമ്മൾ പഠിച്ചത്. NRT. ഇവിടെ ഈ NR എന്ന് പറയുന്നതാണ് ഈ ക്യാപിറ്റൽ K എന്ന് പറയുന്നത് കേട്ടോ. K ഈസ് ഈക്വൽ ടു NR തന്നെയാണ്. ഓക്കെ, സെയിം തന്നെയാണ്. T എന്നത് കെൽവിനിലെ താപനിലയാണ്. ഇവിടുത്തെ ടിയുടെ യൂണിറ്റ് കെൽവിനിലായിരിക്കും. K എന്നത്, ഈ ക്യാപിറ്റൽ K എന്നത് ഒരു സ്ഥിര സംഖ്യയാണ്. ഇത് തന്നിരിക്കുന്ന വാതകത്തിന്റെ വ്യാപ്തത്തിനനുസരിച്ച് മാറുന്നു. വോളിയം അനുസരിച്ച് K എന്ന് പറയുന്ന വാല്യൂ, N×R എന്ന് പറയുന്ന വാല്യൂ മാറും. അതിനാൽ K എന്നത് തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുപാതമാണ്. നമുക്കറിയാം ഇവിടെ R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, അതിന് മാറ്റമൊന്നുമില്ല. പിന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ N ആണ്. N എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പൊ അതിനാൽ K എന്നത് തന്മാത്രകളുടെ എണ്ണത്തിന്, N എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസിന്, നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാസ് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ ഗ്രാം മോളാർ മാസ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ N ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നത് തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അപ്പൊ K ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു N എന്ന് പറയാം. ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്മോൾ ലെറ്റർ K ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സ്മോൾ ലെറ്റർ K എന്നത് എല്ലാ വാതകങ്ങൾക്കും ഒന്നായിരിക്കും. അതിനെയാണ് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് KB എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? നമുക്ക് പി വി ഈസ് ഈക്വൽ ടു NRT ആണ്. അവിടെ N-നെയും R-നെയും കൂടി ചേർത്തിട്ട് നമ്മൾ K എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചു. അവിടെ K എന്ന് പറയുന്ന ഒരു സ്ഥിര സംഖ്യയാണ്. എന്നാൽ വാതകത്തിന്റെ വ്യാപ്തം മാറുന്നതനുസരിച്ച് K മാറും, വിച്ച് മീൻസ് K ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദി സ്മോൾ ലെറ്റർ N, ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ്. അപ്പൊ നമുക്ക് K ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യാപിറ്റൽ ലെറ്റർ N എന്ന് പറയാം, വേർ K ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ N ഇൻറ്റു സ്മോൾ ലെറ്റർ K, വേർ K ഈസ് എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഓർ ദ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റിനെ പറയുന്ന പേരാണ് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, സ്ഥിരാങ്കം KB. KBന്റെ വാല്യൂ എന്ന് പറയുന്നത് താഴെ പറയുന്നുണ്ട്, 1.38 എന്ന് പറയുന്നതാണ് തുടങ്ങുന്നതിന് Kന്റെ വാല്യൂ. ഇത് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ശരിക്കും നമ്മൾ +1 കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട്. ആ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോം ചെയ്യുന്നത് ബോയിൽസ് ലോയും അതുപോലെ തന്നെ ചാൾസ് ലോയും വെച്ചിട്ടാണ്. ബോയിൽസ് ലോ പറയുന്നത് P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/V. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു. പ്രഷർ കൂടുമ്പോൾ നമ്മളിപ്പോൾ ഒരു പിസ്റ്റൺ ഇങ്ങനെ വെക്കുവാണ്, പിസ്റ്റണിലേക്ക് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ പിസ്റ്റണും ഈ ഉള്ള സ്പേസും തമ്മിൽ എന്ത് സംഭവിക്കും? സ്പേസ് കുറയും, വിച്ച് മീൻസ് പ്രഷർ കൂടുതലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വോളിയം എന്ത് സംഭവിക്കും? കുറയും. ഈ സ്പേസ് കുറയും. അതാണ് ബോയിൽസ് ലോ. ഈ പറയുന്ന ലോ ആണ് ബോയിൽസ് ലോ എന്ന് പറയുന്നത്. ദിസ് ഈസ് ബോയിൽസ് ലോ. ഈ ബോയിൽസ് ലോയും ചാൾസ് ലോ പറയുന്നത് when volume increases, when temperature increases, volume also increases. When temperature increases, volume also increases. So when temperature increases, volume also increases. That is, T is directly proportional to volume. Temperature കൂട്ടിയാൽ വോളിയം കൂടും എന്ന് പറയുന്നതാണ് ചാൾസ് ലോ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട്, അതുപോലെ തന്നെ നമ്മുടെ അവഗേഡ്രോ ലോ ഉണ്ട്. അവഗേഡ്രോ ലോയും കൂടെ ഈക്വൽ വോളിയം ഓഫ് all gases contain equal number of molecules എന്ന് പറയുന്ന അവഗേഡ്രോ ലോയും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് പി വി ഈസ് ഈക്വൽ ടു NRT അല്ലെങ്കിൽ പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞത്, അല്ലെ? പി വി ബൈ ടി ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അങ്ങനെ വെച്ചിട്ട് അവഗേഡ്രോയുടെ അനുമാന പ്രകാരം P, V, T എന്നിവ ഒന്നാണെങ്കിൽ എല്ലാ വാതകങ്ങളുടെയും എന്നും ഒന്നായിരിക്കും. അതായത് ഈക്വൽ വോളിയം ഈസ് ഈക്വൽ ടു
equal number of moles, equal volume of all the gases at a constant temperature and pressure possess equal എന്താണ് ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ഇവിടെ നമുക്ക് പറയാം P1 V1 ഡിവൈഡഡ് ബൈ N1. നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് PV ഈസ് ഈക്വൽ ടു NRT എന്നറിയാം. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, P1 V1 ഡിവൈഡഡ് ബൈ N1 T1 ഈസ് ഈക്വൽ ടു P2 V2 ഡിവൈഡഡ് ബൈ N2 T2 ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് വിച്ച് ഇസ് KB. KB ഈസ് ദി ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്. അതായത് ആദർശവാതക സമവാക്യം, അതായത് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ് PV ഈസ് ഈക്വൽ ടു മ്യൂ RT. അവിടെ മ്യൂ എന്ന് പറയുന്നത് മോളുകളുടെ എണ്ണമാണ്. സോ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ ലോ ചെയ്യണം. അപ്പൊ മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N ഡിവൈഡഡ് ബൈ NA ഇൻറ്റു RT. ഇനി നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, ക്യാപിറ്റൽ N ഇൻറ്റു R ബൈ NA ഇൻറ്റു T എന്ന് എഴുതാം. ഈ R ബൈ NA എന്ന് പറയുന്നതാണ് നമ്മുടെ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്. സോ NKBT എന്ന് എഴുതാം. ഓക്കെ അല്ലേ. ഇനി ഓരോ ഡിനോട്ട് ചെയ്യുന്ന ഓരോ ലെറ്റേഴ്സും ഡിനോട്ട് ചെയ്യുന്ന എന്താണ്, മ്യൂ മോളുകളുടെ എണ്ണം, T കേവല താപനില, NA അവഗാഡ്രോ സംഖ്യ, ഇനി ആറിന്റെ വാല്യൂ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ഇനി R ബൈ NA വിച്ച് ഇസ് ഈക്വൽ ടു KB, അതിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കണം. 8.314 ഡിവൈഡ് ബൈ 6.022 ഇൻറ്റു 10 ടു ദി പവർ 23, അതായത് 1.38 ഇൻറ്റു 10 ടു ദി പവർ -23 ജൂൾ പെർ കെൽവിൻ. നോക്കിക്കേ, 1.38 കാണാപ്പാടം പഠിക്കാം. നമുക്കറിയാം അവഗാഡ്രോ ലോയുടെ 10 ടു ദി പവർ 23 അല്ലേ, അതിനെ മേലിലേക്ക് കൊണ്ടുവന്നു 10 ടു ദി പവർ -23. ഇനി ജൂൾ പെർ കെൽവിൻ ആണ് ഇതിന്റെ യൂണിറ്റ്. ഇതാണ് സ്ഥിരാങ്കം, ബോൾട്ട്സ്മാൻ സ്ഥിരാങ്കത്തിന്റെ വാല്യൂ 1.38 ഇൻറ്റു 10 ടു ദി പവർ -23 ജൂൾ പെർ കെൽവിൻ. ഇനി എല്ലാ മർദ്ദത്തിലും താപനിലയിലും കൃത്യമായി ഈ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു വാതകത്തെ അനുയോജ്യമായ വാതകം അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നു. എല്ലാ മർദ്ദത്തിലും പ്രഷറിലും ടെമ്പറേച്ചറിലും, എവറി ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ കൃത്യമായി ഈ സമവാക്യം മീൻസ് PV ഈസ് ഈക്വൽ ടു NRT അല്ലെങ്കിൽ PV ഈസ് ഈക്വൽ ടു മ്യൂ RT എന്ന് പറയുന്ന ഈ ഒരു സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്ന ആണെങ്കിൽ വി കൻ കോൾ ഇറ്റ് ആസ് ദാറ്റ് ഗ്യാസിനെ വിളിക്കാം ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കാം. അവിടെ മ്യൂ ഈസ് ഈക്വൽ ടു M/M0 ഓർ N/NA എന്ന് പറയാം. രണ്ട് രീതിയിൽ എഴുതാം. M/M0 എന്ന് പറയുന്നത് ഗിവൻ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. എന്താ ഗിവൻ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്, നമ്പർ ഓഫ് മോൾസ് ആണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്കറിയാം ക്യാപിറ്റൽ N ഡിവൈഡ് ബൈ NA എന്ന് എഴുതാം. അവിടെ ക്യാപിറ്റൽ N ആണ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് തന്മാത്രകൾ ഉൾക്കൊള്ളുന്ന വാതകത്തിന്റെ മാസും M0 എന്ന് പറയുന്ന മോളാർ മാസും. M എന്നത് N തന്മാത്രകൾ ഉൾക്കൊള്ളുന്ന വാതകത്തിന്റെ മാസ്, M0 എന്ന് പറയുന്നത് മോളാർ മാസ്. അവഗാഡ്രോ നമ്പർ ആണ് NA എന്ന് പറയുന്നത്. PV ഈസ് ഈക്വൽ ടു KB ഇൻറ്റു NT അല്ലെങ്കിൽ P ഈസ് ഈക്വൽ ടു KB ഇൻറ്റു സ്മോൾ n ഇൻറ്റു T. ഈ എന്നിന്റെ താഴത്തേക്ക് V വരുമ്പോൾ ഇത് സ്മോൾ ലെറ്റർ N ആവും കേട്ടോ. N എന്നത് എണ്ണത്തിന്റെ സാന്ദ്രതയാണ്, ഓക്കെ, ഡെൻസിറ്റിയാണ്. ഇത് നമുക്ക് ഈ ഒരു ഫിഗർ നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഫിഗർ ആണ്. അതിന്റെ അവസാനം എഴുതിയിട്ടുണ്ട്. ആ ഒരു ഗ്രാഫിന്റെ എക്സ്പ്ലനേഷൻ ആണ്. യഥാർത്ഥ വാതകങ്ങൾ റിയൽ ഗ്യാസസ് താഴ്ന്ന മർദ്ദത്തിലും, അതായത് ലോ പ്രഷറിലും, LPGനെ ഓർത്താൽ മതി, ലോ പ്രഷറിലും ഉയർന്ന താപനിലയിലും ഹൈ ടെമ്പറേച്ചറിലും ആദർശവാതക സ്വഭാവത്തെ സമീപിക്കുന്നത് പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണെന്ന് അറിയത്തില്ല ഞാൻ, പക്ഷെ കണ്ട ചോദ്യമാണ്. യഥാർത്ഥ വാതകങ്ങൾ റിയൽ ഗ്യാസസ് താഴ്ന്ന മർദ്ദത്തിലും ഉയർന്ന താപനിലയിലും ആദർശവാതക സ്വഭാവത്തെ സമീപിക്കുന്നു എന്ന് ഗ്രാഫിൽ നിന്ന് വ്യക്തമാണ്. ഇത് പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി താഴ്ന്ന മർദ്ദങ്ങളിലും അല്ലെങ്കിൽ ഉയർന്ന താപനിലകളിലും തന്മാത്രകൾ വളരെ അകലത്തിലായതിനാൽ അവ തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇന്ററാക്ഷൻസ് അവഗണിക്കാവുന്നതാണ്. പ്രതിപ്രവർത്തനങ്ങളില്ലാത്ത ഒരു വാതകം ആദർശവാതകത്തെ പോലെ പെരുമാറും. ഇനി നമ്മുടെ ചാൾസ് നിയമവും ബോയ്ൽസ് നിയമവും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത V is directly proportional to T ആണെങ്കിൽ ചാൾസ് നിയമം, അതായത് V/T is equal to a constant. ബോയിൽ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P is directly proportional to 1/V അല്ലെങ്കിൽ P is inversely proportional to V, അതായത് PV is equal to a constant. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് PV is equal to NRT എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് എത്തിച്ചേരുന്നത്, പ്ലസ് മറ്റേ അവഗാഡ്രോ ലോയും കൂടെ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജലത്തിന്റെ സാന്ദ്രത 1000 kg/m³ ആണ്. 100 ഡിഗ്രി സെൽഷ്യസിലും 1 atm മർദ്ദത്തിലും ജലബാഷ്പത്തിന്റെ സാന്ദ്രത 0.6 kg/m³ ആണ്. ആകെ എണ്ണത്തെ ഒരു തന്മാത്രയുടെ ഉള്ളളവ് കൊണ്ട് ഗുണിച്ചാൽ തന്മാത്രാ വ്യാപ്തം ലഭിക്കുന്നു. ആകെ എണ്ണം മീൻസ് N, ഉള്ളളവ് മീൻസ് വോളിയം, തന്മാത്രാ വ്യാപ്തം ലഭിക്കുന്നു. മുകളിൽ പറഞ്ഞ താപനില, മർദ്ദം എന്നീ സാഹചര്യങ്ങളിൽ തന്മാത്രാ ഉള്ളളവും ജലബാഷ്പത്തിന്റെ ഉള്ളളവും തമ്മിലുള്ള ഹരണഫലം നിർണ്ണയിക്കുക.
അപ്പൊ ജലത്തിന്റെ സാന്ദ്രത 1000 kg/m³, ഡെൻസിറ്റി ഓഫ് ദ വാട്ടർ. ജലബാഷ്പത്തിന്റെ സാന്ദ്രത ഒരു ബാഷ്പത്തിന്റെ വേപ്പറിൻ്റെത് 0.6 kg/m³. അപ്പം TW ഡിവൈഡ് ബൈ PV എന്ന് പറഞ്ഞാൽ 1000 ഡിവൈഡ് ബൈ 0.6, ദാറ്റ് ഇസ് 1/6 × 10⁻⁴. ബാഷ്പത്തിന്റെ ഉള്ളളവ് ജലത്തിന്റെ ഉള്ളളവിനേക്കാൾ 6 × 10⁴ തവണ കൂടുതലായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ ഇങ്ങോട്ട് ചൂണ്ടിയതേ ഉള്ളൂ. നൗ കൈനറ്റിക് തിയറി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് നമ്മൾ കുറെ പഠിച്ചതാണിത്. സാധാരണ മർദ്ദത്തിലും താപനിലയിലും തന്മാത്രകൾക്കിടയിലുള്ള ശരാശരി ദൂരം തന്മാത്രകളുടെ സാധാരണ വലിപ്പത്തേക്കാൾ 10ന്റെ ഘടകമോ അതിലധികമോ ആയിരിക്കും. അതിനാൽ തന്മാത്രകൾ തമ്മിലുള്ള പരസ്പര പ്രവർത്തനം അവഗണിക്കാവുന്നതാണ്. ന്യൂട്ടന്റെ 1ാം ചലന നിയമം അനുസരിച്ച് തന്മാത്രകൾ നേർരേഖയിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തന്മാത്രകൾ പരസ്പരമോ അത് ഉൾക്കൊള്ളുന്ന പത്രത്തിന്റെ ഭിത്തിയുമായ തുടർച്ചയായ സംഘട്ടനത്തിൽ അതും പറഞ്ഞിട്ടുള്ളത്. ഇത്തരം കൊളിഷനുകൾ ഇലാസ്റ്റിക കൊളിഷനുകളാണ്. കൂട്ടിയിടികൾ ഇലാസ്റ്റിക് ആയതിനാൽ മൊത്തം ഗതികോർജവും മൊത്തം ആക്കവും സംരക്ഷിക്കപ്പെടുന്നു. ലോ കൺസർവേഷൻ ഓഫ് മൊമെന്റം, ലോ കൺസർവേഷൻ ഓഫ് എനർജി. ഇനി പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. ഒരു ഐഡിയൽ ഗ്യാസിന്റെ പ്രഷർ ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോ ഒരു വശത്തിന്റെ നീളം 1 യൂണിറ്റ് ആയ ഒരു ക്യൂബില് ഉൾക്കൊള്ളുന്ന ഒരു വാതകം പരിഗണിക്കുക. ഓക്കെ, ഒരു വാതകം പരിഗണിച്ചു. അത് ഒരു വശത്തിന്റെ നീളം 1 യൂണിറ്റ് ആയ ഒരു ക്യൂബിലാണ് ആ വാതകം നിറച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ വെലോസിറ്റി ഉണ്ടാവുമല്ലോ. ആ വാതകത്തിന്റെ മോളിക്യൂൾസ് സഞ്ചരിക്കുന്ന സ്പീഡ് ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നത് നമുക്ക് വെലോസിറ്റി ആണ്. ആ വെലോസിറ്റി എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഇസഡ് ഡയറക്ഷനിലും ഉണ്ടാവും. സോ VX VY/VZ ആയിരിക്കും പ്രവേഗം എന്ന് പറയുന്നത്. കൊളിഷൻ ഇലാസ്തികമായതിനാൽ തന്മാത്ര അതേ പ്രവേഗത്തിൽ തന്നെ തട്ടി തിരിച്ചു വരുന്നു. ഓക്കെ, അത് തിരിച്ച് ഇലാസ്റ്റിക് കൊളിഷൻ ആയതുകൊണ്ട് തിരിച്ചു വരുന്നു. ഒരു വാതകം ഉൾക്കൊള്ളുന്ന പാത്രത്തിലെ തന്മാത്രകൾ പാത്രത്തിന്റെ ഭിത്തിയിൽ നിശ്ചിത പ്രവേഗത്തോടെ ഇരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന മർദ്ദം നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. P = 1/3 NmV². അവിടെ N എന്ന് പറയുന്നത് തന്മാത്രകളുടെ എണ്ണത്തിന്റെ സാന്ദ്രത, സ്മോൾ ലെറ്റർ N ആണ്, കെമിസ്ട്രിക്കാർ കൺഫ്യൂസ് ആവരുത്. M എന്ന് പറയുന്നത് തന്മാത്രകളുടെ മാസ്, V² എന്ന് പറയുന്നത് വേഗവർഗ ശരാശരി. അതായത് നമ്മുടെ വേഗവർഗ ശരാശരി എന്ന് പറയുമ്പോൾ ഇവിടെ VX ഉം VY ഉം VZ ഉം ഉണ്ടല്ലോ, അതിന്റെ സ്ക്വയർ ആണ്. അപ്പൊ VX², VY², VZ² എന്ന് എടുക്കും. അതിന്റെ മീൻ ആണ് കേട്ടോ. ഈ V ബാർ ഇട്ട് കഴിഞ്ഞാൽ മീൻ ആവറേജ് സ്പീഡ് ആണ് കേട്ടോ. മീൻ ആവറേജ് സ്പീഡാണ് ഇവിടെ V² വേഗവർഗ ശരാശരി എന്ന് പറയുമ്പോൾ. ഓക്കെ, അതായത് ആദർശവാതകത്തിന്റെ മർദ്ദം, പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. ഒരു വാതകം ഉൾക്കൊള്ളുന്ന പാത്രത്തിലെ തന്മാത്രകൾ പാത്രത്തിന്റെ ഭിത്തിയിൽ നിശ്ചിത പ്രവേഗത്തോടെ ഇടിക്കുമ്പോൾ അനുഭവപ്പെടുന്ന മർദ്ദമാണ് P = 1/3 NmV². ഇതിൽ N എന്നത് തന്മാത്രകളുടെ എണ്ണത്തിന്റെ സാന്ദ്രതയും M എന്നത് തന്മാത്രകളുടെ മാസും V² എന്ന് പറയുന്നത് വേഗവർഗ ശരാശരിയുമാണ്. ഇത് ശരിക്കും +1 ഫിസിക്സിന്റെ 13ാമത്തെ ചാപ്റ്ററിന്റെ നോട്ടാണ്. അവിടെ ഗതികോർജത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, താപനിലയുടെ ഗതികപരമായ മീൻസ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. താപനിലയുടെ ഗതികപരമായ വിശദീകരണം, ഇത് കൈനറ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ. ഇവിടെ ഒരു തന്മാത്രയുടെ ശരാശരി ഗതികോർജം വാതകത്തിന്റെ കേവല താപനിലയ്ക്ക് ആനുപാതികമാണെന്ന് പറയുന്നത്. നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താ, 12 mv² ആണ്, = 3/2 kBT. 12 mv² = 3/2 kBT. ഇത് നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. സന്തുലിതാവസ്ഥയിൽ വ്യത്യസ്ത വാതക തന്മാത്രകളുടെ ശരാശരി ഗതികോർജം തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തത് നമുക്ക് ഊർജത്തിന്റെ സമഭാഗീകരണ നിയമമാണ്, ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. T എന്ന കേവല താപനിലയിൽ ഒരു വ്യൂഹം സന്തുലിതാവസ്ഥയിലാണെങ്കിൽ ആകെ ഊർജം സാധ്യമായ എല്ലാ ഊർജ രീതികളിലും, അതായത് സ്ഥാനാന്തരം, പരിക്രമണം, കമ്പന രീതികൾ എല്ലാം തുല്യമായി വിതരണം ചെയ്തിരിക്കുന്നു. ഓരോ ഊർജ രീതിയിലെയും ശരാശരി ഊർജം 1/2 kBTക്ക് തുല്യമാണ്. ഇത് ഊർജത്തിന്റെ സമഭാഗീകരണ നിയമം എന്നറിയപ്പെടുന്നു. അതായത് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 1/2 kBTക്ക് ഈക്വൽ ആണ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 1/2 kBTക്ക് ഈക്വൽ ആണ് എന്നാണ് പറയുന്നത് ഈ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി പറയുന്നത്. അതായത് കേവല താപനിലയിൽ ഒരു വ്യൂഹം സന്തുലിതാവസ്ഥയിലാണെങ്കിൽ അതിന്റെ ഊർജം സാധ്യമായ എല്ലാ ഊർജ രീതികളിലേക്കും തുല്യമായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഊർജ സമഭാഗീകരണ നിയമം. അതായത് പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിന്റെ ആകെ ഊർജം ടോട്ടൽ എനർജി എന്ന് പറയുന്നത്
സ്ഥാനാന്തരം, ട്രാൻസ്ലേഷൻ എനർജി, പരിക്രമണം, റൊട്ടേഷൻ എനർജി, കമ്പന രീതികൾ, വൈബ്രേഷൻ എനർജി ഇതിനൊക്കെ തുല്യമായി വിഭജിക്കപ്പെട്ടിട്ടുണ്ടാവും. ഇതാണ് സമഭാഗീകരണ നിയമം അല്ലെങ്കിൽ എനർജി ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ഇനി ഓരോ ഊർജ്ജ രീതിയിലേക്കും ലഭിക്കുന്ന ഊർജ്ജം 1/2 kBt, അതായത് ട്രാൻസ്ലേഷൻ ആണെങ്കിലും റൊട്ടേഷൻ ആണെങ്കിലും വൈബ്രേഷൻ ആണെങ്കിലും അതിന് കിട്ടുന്ന 1/2 kBt ആയിരിക്കും. ഓരോ സ്ഥാനാന്തരപരവും ഭ്രമണപരവുമായ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പ്രതിനിധീകരിക്കുന്ന ഒരു ഊർജ്ജ മോഡ് അല്ലെങ്കിൽ ഊർജ്ജ രീതി. ഊർജ്ജ മോഡ് ആയതിനാൽ അവയ്ക്ക് ലഭിക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് 1/2 kBt ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു തന്നെയാണ് 1/2 kBt. ഇനി പക്ഷെ ഓരോ കമ്പന ആവൃത്തിക്കും, നമ്മൾ കമ്പന രീതി അതിന് കമ്പന ആവൃത്തിക്കും 2 ഊർജ്ജ മോഡുകൾ ഉണ്ട്. അതുകൊണ്ട് അവയ്ക്ക് ലഭിക്കുന്ന ഊർജ്ജം 1/2 kBt into 2 that is kBt ആയിരിക്കും കമ്പന ആവൃത്തിക്ക്. ഊർജ്ജ സമഭാഗീകരണ നിയമം ഉപയോഗിച്ച് വാതകങ്ങളുടെ മോളാർ വിശിഷ്ട താപധാരിത നിർണ്ണയിക്കാവുന്നതാണ്. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ എനർജി ഈസ് യൂസ്ഡ് ഫോർ ദി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഗ്യാസസ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഗ്യാസസ് കണ്ടുപിടിക്കാനാണ് മോണോആറ്റമിക് ഗ്യാസ്, ഡയറ്റമിക് മാസ് തുടങ്ങിയതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി. ഇവിടെ നോക്കിക്കേ, നമ്മൾ അതിന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിലേക്കാണ് പോകുന്നത്. മോണോആറ്റമിക് ഗ്യാസിന്റെ കേസിലാണെങ്കിൽ ഏകാറ്റോമിക തന്മാത്രകളുള്ള ഒരു വാതകത്തിലെ തന്മാത്രകൾക്ക് 3 സ്ഥാനാന്തര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര എണ്ണം ഉണ്ട് ചോദിച്ചിട്ടുണ്ട്. ഏകാറ്റോമിക തന്മാത്രകളാണെങ്കിൽ 3 ഡിഗ്രീസ് ഓഫ്. അപ്പൊ ശരാശരി ഊർജം എന്ന് പറയുന്നത് 3/2 kT. 3 സ്ഥാനാന്തര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലേ? അപ്പൊ 3 into 1/2 kBt ആയിരിക്കും. അപ്പൊ 3/2 kBt ആയിരിക്കും ശരാശരി ഊർജം എന്ന് പറയുന്നത്. ഒരു മോൾ വാതകത്തിന്റെ ആന്തരിക ഊർജം, അതായത് നമ്മൾ ഇന്റേണൽ എനർജിനെ കുറിച്ച് പറയുകയാണ്. U 3/2 kBt into 1 മോൾ ആവുന്നതുകൊണ്ട് വി ഹാവ് ടു ആഡ് അവോഗാഡ്രോസ് നമ്പർ. അപ്പൊ Na, അതായത് kB into Na എന്ന് പറയുന്നതാണ് R is equal to kb into സ്മോൾ ലെറ്റർ kb ആണ്, സ്മോൾ ലെറ്റർ kb into Na. അപ്പൊ നമുക്ക് 3/2 RT എന്ന് കിട്ടും. ഒരു ഏകാറ്റോമിക വാതകത്തിന്റെ സ്ഥിര വ്യാപ്തത്തിലുള്ള മോളാർ വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. സ്ഥിര വ്യാപ്തത്തിലുള്ള മോളാർ വിശിഷ്ട താപധാരിത. അപ്പൊ CV എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി നമ്മൾ തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ട്. അത് du/dt ആണ്. അപ്പൊ നമുക്ക് ഇവിടെ യുവിന്റെ വാല്യൂ 3/2 RT എന്ന് കിട്ടി. അപ്പൊ ഇവിടെ du/dt എന്ന് പറയുമ്പോൾ T ക്യാൻസൽ ആയി പോകും, മറ്റേ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ്. അപ്പൊ 3/2 R എന്ന് കിട്ടും. ഇനി നമ്മൾ മേയേഴ്സ് റിലേഷൻ പഠിച്ചിട്ടുണ്ട്. ഫോർ എൻ ഐഡിയൽ ഗ്യാസ് മേയേഴ്സ് റിലേഷൻ എന്താ? CP - CV is equal to R. അപ്പൊ ഇവിടെ നമുക്ക് CV ഓൾറെഡി കിട്ടി, R ഓൾറെഡി കിട്ടി. അപ്പൊ നമുക്ക് CP യുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ CP എന്ന് പറയുന്നത് CP is equal to R plus CV ആയിരിക്കും. അതായത് R plus CV എന്താ? 3/2 R ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്നത് 5/2 R ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിക്കാനുള്ളതാണ്. അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഫോർ മോണോ ആറ്റോമിക് ഗ്യാസസ്, ഏകാറ്റോമിക തന്മാത്രകളുള്ള ഒരു വാതകത്തിലെ തന്മാത്രകൾക്ക് 3 സ്ഥാനാന്തര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അതായത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 സ്ഥാനാന്തര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അതായത് 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ മലയാളമാണ് സ്വതന്ത്രതാ കോടി എന്നുള്ളത്. അപ്പൊ ഏകാറ്റോമിക വാതകത്തിന് CV എന്നാണ്? 3/2 R എന്ന് വരും. CP എന്ന് വരും? CV - CV is equal to R. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ CP യുടെ വാല്യൂ 5/2 R എന്ന് കിട്ടും. ഇനി വിശിഷ്ട താപധാരികളുടെ അനുപാതം റേഷ്യോ എടുക്കുകയാണെങ്കിൽ CP ഡിവൈഡഡ് ബൈ CV വരും. അതായത് 5/2 R ഡിവൈഡഡ് ബൈ 3/2 R വരുമ്പോൾ നമുക്ക് ആൻസർ 5/3 കിട്ടും. അടുത്ത നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഫോർ ഡയറ്റമിക് ഗ്യാസ്, അതായത് ദ്വയാറ്റോമിക വാതകങ്ങളുടെ കേസാണ് പറയുന്നത്. ദ്വയാറ്റോമിക തന്മാത്രകളുള്ള ഒരു വാതകത്തിലെ തന്മാത്രകൾക്ക് 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ടോട്ടൽ നമുക്ക് 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് ഡയാറ്റമിക് മോളിക്യൂൾസിന്. അതിൽ 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും 2 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. അങ്ങനെ 3 + 2 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് ഫോർ ഡയാറ്റമിക് ഗ്യാസസ് എന്ന് പറയുന്നത്. ഇപ്പൊ ദ്വയാറ്റോമിക വാതകത്തിന് CV എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്തായിരിക്കും? 5/2 kBt ആയിരിക്കും. ഫോർ പെർട്ടിക്കുലർ 1 മോളിലാണെങ്കിൽ 5/2 kBt into Na ആയിരിക്കും. അതായത് 5/2 RT വരും. ഇനി CV ആയതുകൊണ്ട് du/dt ചെയ്യണം. അപ്പൊ 5/2 R വരും. ഇനി 5/2 R CV ആണെങ്കിൽ നമുക്കറിയാം CP - CV is equal to R. അപ്പൊ ഇവിടെ CP എന്ന് പറയുന്നത് is equal to R plus CV ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? 7/2 R വരും. അതിന്റെ അനുപാതം എന്ന് പറയുന്ന റേഷ്യോ എന്ത് വരും? 7/2 R ഡിവൈഡ് ബൈ 5/2 R, അതായത് 7/5 എന്ന് വരും. ഇനി വേറൊരു കേസും കൂടെ ഉണ്ട്. അതായത് ഡയാറ്റമിക് മോളിക്യൂൾ തന്നെയാണ്, പക്ഷെ ദൃഢമല്ലാത്തതും കമ്പനം ചെയ്യാൻ കഴിവുള്ളതുമാണെങ്കിൽ നമുക്ക് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് 5/2 kBt പ്ലസ് 1 kBt കൂടെ ആഡ് ചെയ്യാം. അതായത് 5/2 kBt പ്ലസ് kBt. നമുക്കറിയാം kBt അല്ലെങ്കിൽ കമ്പനം ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ
ഇരട്ടിയാണെന്ന് പറഞ്ഞു, ഹാഫ് KBTയുടെ ഇരട്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ KBTയും കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ 7/2 RT കിട്ടും. അങ്ങനെയുള്ള കേസിലാണെങ്കിൽ CP എന്ന് പറയുന്നത് 9/2R ആയിരിക്കും, ഗാമ എന്ന് പറയുന്നത് 9/7 ആയിരിക്കും. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് പോളി അറ്റോമിക്കിന്റെ കേസാണ്. പോളി അറ്റോമിക്കിന്റെ കേസിൽ 3 സ്ഥാനാന്തര ഫ്രീഡവും 3 ഭ്രമണപരവും ആയിട്ടുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും, അതുകൂടാതെ F എണ്ണം കമ്പന ചലനവും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് U എന്ന് പറയുന്നത്, അതായത് ഒരു ബഹു ആറ്റോമിക വാതകങ്ങൾ, അതായത് പോളി ആറ്റോമിക് ഗ്യാസസിന്റെ കേസിൽ നമ്മുടെ CP അല്ലെങ്കിൽ CV റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ബഹു ആറ്റോമിക തന്മാത്രയ്ക്ക് 3 സ്ഥാനാന്തരപരവും 3 ഭ്രമണപരവുമായ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും കൂടാതെ F എണ്ണം കമ്പന ചലനവും ഉണ്ട്. അപ്പൊ ഒരു മോൾ വാതകത്തിന്റെ ആന്തരിക ഊർജം എന്ന് പറയുമ്പോൾ ഇന്റേണൽ എനർജി U ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ട്രാൻസ്ലേഷനിലാണെങ്കിൽ അതിന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ 3/2 KBT വരും. പിന്നെ അതുപോലെ തന്നെ 3 എന്താണ് ഭ്രമണപരം റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരും. അപ്പോൾ 3 × 1/2 KBT വരുമ്പോൾ 3/2 KBT വരും. പ്ലസ് F എണ്ണം കമ്പന ചലനം ഉണ്ടെന്ന് പറയുമ്പോൾ FKBT. നമുക്കറിയാം കമ്പന ചലനം എപ്പോഴും മറ്റേ നമ്മുടെ ട്രാൻസ്ലേഷന്റെ റൊട്ടേഷണലിന്റെ ഇരട്ടി ആയിരിക്കും. അതായത് ഹാഫ് KBTന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ KBT ആയിരിക്കും. അപ്പൊ ഇവിടെ F എണ്ണം കമ്പന ചലനം ഉണ്ടെന്ന് പറയുമ്പോൾ FKBT ഉണ്ടാവും ഇൻറ്റു NA. അതായത് നമ്മൾ ഒരു മോളിലെയാണ് പറയുന്നത്. അപ്പൊ NA അതായത് അവക്കാട്ടോ നമ്പറാണ്. അപ്പൊ ഇവിടുത്തെ CV എന്ന് പറയുമ്പോൾ DU/DT വരും. ഇപ്പൊ ഇവിടെ DU/DT വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് കോമൺ ആയിട്ടുള്ള ടീകളെല്ലാം എടുത്ത് പുറത്ത് വെച്ചു. അപ്പൊ നമുക്ക് 3/2 + 3/2 എന്ന് പറയുമ്പോൾ 6/2 വരും. പ്ലസ് FKBT എല്ലാത്തിന്റെയും കൂടെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വരും CV ഈസ് ഈക്വൽ ടു 3 + FR എന്ന് വരും. 3 + F × R എന്ന് വരും. അപ്പൊ CP എന്ത് വരും? CV 3 + F × R വരും. അപ്പൊ CP എന്ന് പറയുന്നത് 4 + F × R വരും. അതുപോലെ തന്നെ ഗാമ എന്ന് പറയുമ്പോൾ ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് CP/CV. അപ്പൊ 4 + F / 3 + F എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മുടെ പോളി അറ്റോമിക് ഗ്യാസസിന്റെ കേസിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഖരപദാർത്ഥങ്ങളുടെ വിശിഷ്ട താപധാരിതയാണ് നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവിടെ ഊർജ സമഭാഗീകരണ നിയമം ഉപയോഗിച്ച് ഖരപദാർത്ഥങ്ങളുടെ താപധാരിത നിർണ്ണയിക്കാൻ കഴിയും. അതായത് നമ്മുടെ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ, ഊർജ സമഭാഗീകരണ നിയമം ഉപയോഗിച്ച് ഖരപദാർത്ഥങ്ങളുടെ താപധാരിതകൾ നിർണ്ണയിക്കാൻ കഴിയും. N ആറ്റങ്ങൾ അവയുടെ സന്തുലന ബിന്ദുവിനെ ആസ്പദമാക്കി കമ്പനം ചെയ്താൽ ആന്തരികോർജം U ഈസ് ഈക്വൽ ടു 3RT, വിശിഷ്ട താപനില C ഈസ് ഈക്വൽ ടു 3R. TU/DT വരുമ്പോൾ C ഈസ് ഈക്വൽ ടു, അപ്പൊ N ആറ്റങ്ങൾ അവയുടെ സന്തുലന ബിന്ദുവിനെ ആസ്പദമാക്കി കമ്പനം ചെയ്താൽ U ഈസ് ഈക്വൽ ടു 3RTയും C ഈസ് ഈക്വൽ ടു 3Rഉം വരും. ഇനി ഈ ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു ടാബുലർ കോളം ശരിക്കും പഠിച്ചാൽ മതി. ഇതാണ് ആന്തരിക ഊർജം U എന്ന് ഏകാറ്റമികയുടെയും ദ്വയാറ്റമികയുടെയും ബഹു ആറ്റമിക റിജിഡ് റൊട്ടേറ്റേഴ്സ് ദ്വയാറ്റമിക വാതകങ്ങൾ, ബഹു ആറ്റോമിക വാതകങ്ങളുടെ കേസിലുള്ള റിജിഡ് റൊട്ടേറ്റേഴ്സിന്റെ കാര്യം. ആന്തരിക ഊർജം 3/2RT 5/2RT. ഇത് CV 3/2R 5/2R 3 + FR. ഇനി CP ആണെങ്കിൽ ഇതിന്റെ പ്ലസ് 5/2R, ഇവിടെ ആണെങ്കിൽ 7/2R, ഇവിടെ ആണെങ്കിൽ 4 + F × R. അതായത് ബഹു ആറ്റോമിക വാതകങ്ങളുടെ കേസിൽ. ഇനി ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ CP/CV ആണ്. അപ്പൊ 5/3, ഇവിടെ 7/5, ഇവിടെ 4 + F / 3 + F എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ടാബുലർ കോളമാണ് ബൈഹാർട്ട് ചെയ്യേണ്ടത്. അടുത്തായിട്ട് ജലത്തിന്റെ വിശിഷ്ട താപധാരിത. ജലത്തെ ഒരു ഖരവസ്തുവായി പരിഗണിച്ചാൽ ഓരോ ആറ്റത്തിനും ശരാശരി ഊർജം 3 KBT ആയിരിക്കും. ആന്തരികോർജം U എന്ന് പറയുന്നത് അപ്പൊ 9RT വരും. വിശിഷ്ട താപധാരിത C എന്ന് പറയുമ്പോൾ അവിടെ 9R. ബൈഹാർട്ട് ചെയ്യണം. ഇതിന്റെ ഒന്നും ബാക്കി എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. ജലത്തെ ഒരു ഖരവസ്തുവായി പരിഗണിച്ചാൽ ആറ്റത്തിന്റെ ശരാശരി ഊർജം 3 KBT ആയിരിക്കും. ആന്തരിക ഊർജം 9RT, വിശിഷ്ട താപധാരിത 9R. ഇനി ശരാശരി സ്വതന്ത്ര പദം, അതായത് മീൻ ഫ്രീ പാത്ത് എന്താണ്? ഫ്രീ പാത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദ്വയാറ്റമിക തന്മാത്രകളുള്ള ഒരു വാതകത്തിലെ തന്മാത്രകൾക്ക് 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. 3 സ്ഥാനാന്തര ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും 2 ഭ്രമണ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും. അത് വെച്ചിട്ട് ദ്വയാറ്റമിക വാതകത്തിന്റെ CV എന്ന് പറയുന്നത് 5/2R, CP എന്ന് പറയുന്നത് 7/2R. ഗാമ വിശിഷ്ട താപധാരികളുടെ റേഷ്യോ എന്ന് പറയുന്നത് CP/CV വരും. അപ്പൊ 7/5 വരും. ഇനി ബഹുആറ്റമിക വാതകങ്ങളാണെങ്കിൽ അത് പോളിയാറ്റമിക് കേസിന്റെ കേസിൽ 3 സ്ഥാനാന്തര ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും 3 ഭ്രമണ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും കൂടാതെ F എണ്ണം കമ്പന ചലനവും ഉണ്ട്. അങ്ങനെ CV എന്ന് പറയുന്നതും CP എന്ന് പറയുന്നതും CV 3 + FRഉം CP 4 + FRഉം കിട്ടും. ഗാമ എന്ന് പറയുന്നത് 4 + F / 3 + F കിട്ടും. നമ്മളിപ്പോൾ പഠിച്ച കാര്യം തന്നെയാണ്. പിന്നെ ഖരപദാർത്ഥങ്ങളുടെ വിശിഷ്ട താപധാരിതയെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
സ്ഥിരമർദ്ദത്തിൽ ഖരപദാർത്ഥങ്ങളുടെ വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത് C is equal to 3R ആണ്. സ്ഥിരമർദ്ദത്തിൽ ഒരു പ്രഷർ കോൺസ്റ്റന്റ് ആവുമ്പോൾ C വിശിഷ്ട താപധാരിത ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് C is equal to 3R. ഇനി ജലത്തിന്റെ വിശിഷ്ട താപധാരിത സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് കലോറി ഗ്രാം ഡിഗ്രി യൂണിറ്റുകളിൽ ജലത്തിന് വിശിഷ്ട താപധാരിത 1 ആണെന്ന് നിർവചിച്ചിരിക്കുന്നു. കലോറി ഗ്രാം ഡിഗ്രി യൂണിറ്റുകളിൽ ജലത്തിന്റെ വിശിഷ്ട താപധാരിത 1. ഒരു കലോറി എന്ന് പറയുന്നത് 4.719 ജൂൾ ആണ്. ഇത് ചോദിക്കാം കേട്ടോ. ഒരു കലോറി ഇത് നമുക്ക് കൺവേർഷൻ എവിടെയെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യം വരും. 1 കലോറി ഈസ് ഈക്വൽ ടു 4.719 ജൂൾ. 4.719 ജൂൾ ആണ്. ജലത്തിന്റെ ഒരു മോൾ എന്നത് 18 ഗ്രാം ആണ്. അപ്പോൾ ഒരു മോൾ ജലത്തിന്റെ താപധാരിത ഏകദേശം 75 ജൂൾ പെർ മോൾ പെർ കെൽവിൻ, അതായത് 9R ആയിട്ട് മാറും. അതാണ് നമ്മൾ നേരത്തെ അവിടെ പഠിച്ചത്. 9R. നേരത്തെ നമ്മൾ ഗൈഡിൽ നിന്ന് പഠിച്ചില്ല, അവിടെ 9R പഠിച്ചില്ലേ, അതാ 9R. ഇനി ശരാശരി സ്വതന്ത്ര പദം, അതായത് മീൻ ഫ്രീ പാത്ത്. അടുത്തടുത്ത രണ്ട് കൂട്ടിയിടികൾക്കിടയിൽ തന്മാത്ര സഞ്ചരിക്കുന്ന ദൂരമാണ് ശരാശരി സ്വതന്ത്ര പദം അല്ലെങ്കിൽ മീൻ ഫ്രീ പാത്ത്. രണ്ട് തന്മാത്രകൾ തമ്മിൽ കൊളൈഡ് ചെയ്ത് കഴിയുമ്പോൾ തന്മാത്ര സഞ്ചരിക്കുന്ന ദൂരം അടുത്തടുത്ത രണ്ട് കൂട്ടിയിടികൾക്കിടയിൽ, ഇവിടെ നിന്ന് ഈ രണ്ടുപേരും കൂട്ടിയിടിച്ചു. ഓക്കെ, രണ്ട് കൊളിഷൻസ് ഇവിടെ നടന്നു. രണ്ട് കൂട്ടിയിടികൾക്കിടയിൽ തന്മാത്ര സഞ്ചരിക്കുന്ന ദൂരമാണ് ശരാശരി സ്വതന്ത്ര പദം. ശരാശരി സ്വതന്ത്ര പദം കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ L is equal to 1/√2 n pi d square ആകുന്നു. ഇവിടെ n എണ്ണത്തിന്റെ സാന്ദ്രതയും d തന്മാത്രയുടെ വ്യാസവുമാണ്. ഓക്കെ, ഇക്വേഷൻ L is equal to 1/√2 n pi d square എന്നുള്ള ഇക്വേഷൻ ആണ് ബൈഹാർട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. തന്നെ നമ്മുടെ ഗ്രാഫിന് ഇവിടെയും കിടപ്പുണ്ട് നമ്മുടെ ഗൈഡ്. ശരാശരി സ്വതന്ത്ര പദം അടുത്തടുത്ത രണ്ട് കൂട്ടിമുട്ടലുകൾക്കിടയിൽ ഒരു തന്മാത്ര സഞ്ചരിക്കുന്ന ശരാശരി ദൂരം, അതായത് ശരാശരി സ്വതന്ത്ര പദം അല്ലെങ്കിൽ മീൻ ഫ്രീ പാത്ത്. ശരാശരി സ്വതന്ത്ര പദത്തിന്റെ സമവാക്യം L is equal to 1/√2 n pi d square. ഇവിടെ n എന്ന് പറയുന്നത് യൂണിറ്റ് വ്യാപ്തിയിലൂടെ തന്മാത്രകളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഡെൻസിറ്റി. d എന്ന് പറയുന്നത് കൊളിഷൻ വ്യാസം അല്ലെങ്കിൽ കൊളിഷൻ ഡയമീറ്റർ. ഇനി ഒരു പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ദ്വയാറ്റോമിക തന്മാത്രയിൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും? 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പഠിച്ചത്. അതാണ് HSI ഫിസിക്കൽ സയൻസ് 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇത് ഡിഗ്രി ഓഫ് ഫ്രീഡം. ഒരു ഡൈനാമിക് സിസ്റ്റത്തിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നാൽ അതിന് സ്വന്തമായി നീങ്ങാൻ കഴിയുന്ന ദിശകളുടെ എണ്ണം. അതായത് ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഒരു മോളിക്യൂളിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് അതിന് സ്വന്തമായി നീങ്ങാൻ കഴിയുന്ന ദിശകളുടെ എണ്ണം, അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ സ്ഥാനവും കോൺഫിഗറേഷനും പൂർണ്ണമായും വിവരിക്കുന്നതിന് ആവശ്യമായ കോർഡിനേറ്റുകളുടെ എണ്ണം. ഒരു മോളിക്യൂൾ എവിടെയാണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് കോർഡിനേറ്റുകളുടെ എണ്ണത്തിനെ നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വിളിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡൈനാമിക് സിസ്റ്റത്തിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഏതൊക്കെ ദിശയിലേക്കാണ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത്, അതിന് സ്വന്തമായി നീങ്ങാൻ കഴിയുന്ന ദിശകളുടെ എണ്ണത്തിനെ നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് വിളിക്കാം. അങ്ങനെ വരുമ്പോൾ മോണോ ആറ്റമിക് വാതകത്തിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആണ്. മോണോ ആറ്റമിക് വാതകത്തിന്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3 ആണ്. അതുപോലെ തന്നെ ഡയാറ്റമിക് വാതകത്തിന് 5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണും. നോൺ ലീനിയർ ട്രയാറ്റമിക് വാതകത്തിന് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണും. ലീനിയർ ട്രയാറ്റമിക് വാതകത്തിന് 7 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണും. ഇത് ബൈഹാർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ പ്രതീകം n ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ ഗണിത രൂപം n is equal to 3a - r. അവിടെ a എന്ന് വെച്ചാൽ സിസ്റ്റത്തിലെ ആകെ ആറ്റംസിന്റെ എണ്ണം. 3 into a minus r. r എന്നാൽ കൺസ്ട്രെയിനുകളുടെ എണ്ണം. ഓക്കെ, അപ്പൊ n is equal to 3a minus r. n is equal to 3a minus r, where n is the degrees of freedom and 3a is the number of atoms, r is the constraint. 3a minus r ഈ ഇക്വേഷൻ ആണിത്. ഇനി കൊളിഷൻ നമ്പറും കൂടെ പറഞ്ഞ് നമുക്ക് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു സെഷൻ അങ്ങ് അവസാനിപ്പിച്ചേക്കാം. കൊളിഷൻ നമ്പർ എന്ന് പറയുന്നത് ഓരോ യൂണിറ്റ് സമയത്തും വാതകത്തിന്റെ ഒരു യൂണിറ്റ് വോളിയത്തിലും ഒരു തന്മാത്രയുടെ കൂട്ടിയിടുകളുടെ എണ്ണം, അതായത് തന്മാത്രകളുടെ കൂട്ടിയിടുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ കൊളിഷൻ നമ്പർ എന്ന് വിളിക്കുന്നത്. മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുന്നത് ഹൗ മെനി കൊളിഷൻസ് അവിടെ നടന്നു എന്നുള്ളതിന്റെ ടോട്ടൽ നമ്പറിനെയാണ് നമ്മൾ കൊളിഷൻ നമ്പർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ റെഫറൻസ് വെക്കുമല്ലോ. അപ്പോൾ ഓരോ യൂണിറ്റ് സമയത്തും ഇൻ 1 യൂണിറ്റ് ടൈം വാതകത്തിന്റെ ഒരു യൂണിറ്റ് വോളിയത്തിൽ ഇൻ 1 യൂണിറ്റ് വോളിയം ഒരു തന്മാത്രയുടെ മോളിക്യൂൾസിന്റെ കൊളിഷൻസ്, നമ്പർ ഓഫ് കൊളിഷൻസിനെയാണ് കൊളിഷൻ നമ്പർ എന്ന് പറയുന്നത്. കൊളിഷൻ നമ്പറിന്റെ ഗണിത രൂപം ഇതാണ്. Z1 is equal to √2 pi d square. നമ്മൾ നേരത്തെ എവിടെയൊക്കെയോ പഠിച്ചിട്ടുണ്ട്. എവിടെയായിരുന്നു? മീൻ ഫ്രീ പാത്തിൽ പഠിച്ചിട്ടുണ്ട്. √2 pi d square എന്ന് പറയുന്ന ടേം. അവിടെ 1 ആയിരുന്നു √2 pi d square into n എന്ന് പറയുന്നത്. ഇവിടെ Z1 is equal to √2 pi d square into ഇവിടെ നമ്മളൊരു ഈ ബ്രാക്കറ്റിൽ c into rho എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ
ഇങ്ങനെ ബ്രാക്കറ്റിൽ സി എഴുതിയേക്കുന്നത് തന്മാത്രകളുടെ ശരാശരി വേഗതയെ സൂചിപ്പിക്കുന്നു. റോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ഡെൻസിറ്റി ആണ്, നമ്പർ ഡെൻസിറ്റി. ഇവിടെ റോ എന്ന് പറഞ്ഞ നമ്പർ ഡെൻസിറ്റി നേരത്തെ നമ്മൾ പഠിച്ചത് കൊളിഷൻ മെയിൻ ഫ്രീ പാത്തിൽ n ആയിരുന്നു നമ്പർ ഡെൻസിറ്റി എങ്കിൽ ഇവിടെ നമ്പർ ഡെൻസിറ്റി റോ ആണ് കേട്ടോ. ഇവിടെ ഇക്വേഷൻ ഉണ്ട്. ഡി എന്നത് സെയിം തന്നെയാണ് കൊളിഷൻ ഡയമീറ്റർ. ഇനി രണ്ട് തന്മാത്രകളുടെ ഏറ്റവും അടുത്ത സമീപനത്തിലായി ഇരിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ കേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരത്തിനെയാണ് കൊളിഷൻ ഡയമീറ്റർ, അതായത് ഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡി എന്താണെന്ന് വെച്ചാൽ രണ്ട് തന്മാത്രകൾ ഏറ്റവും അടുത്ത സമീപനത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ കേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരം, ഇത് രണ്ടും ഇങ്ങനെ തന്മാത്രകൾ ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്ന കേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ കൊളിഷൻ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇനി വാതകത്തിന്റെ യൂണിറ്റ് വോളിയത്തിൽ ഒരു യൂണിറ്റ് സമയത്ത് കൂട്ടിയിടിക്കുന്ന തന്മാത്രകളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് √2 പൈ ഡി സ്ക്വയർ സി ഇൻറ്റു റോ സ്ക്വയർ. ഇവിടെ നമ്മൾ കൊളിഷൻ നമ്പർ എന്ന് പറയുമ്പോൾ റോ ആയിരുന്നു, ഇവിടെ ആകെ എണ്ണം എന്ന് പറയുമ്പോൾ റോ സ്ക്വയർ എന്ന് വരും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോയിൽ കാണാം.